ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ AVD അല്ലെങ്കിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷനെ കുറിച്ചാണ്. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ പേർ അത് മുഴുവനായി കാണുന്നു, കുറേ പേർ അത് കുറച്ചു മാത്രമായിരിക്കും കാണുന്നത്, കുറേ പേർ അത് പകുതിയായി കാണും. ഇതിൻ്റെ എല്ലാം ആവറേജ് നോക്കിയാണ് നമ്മൾ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ 4 മിനിറ്റാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എങ്കിൽ ഇതിൽ 40% ആണ് ആവറേജ് വ്യൂ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആവറേജ് വ്യൂ പെർസെൻറ്റേജ് വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് കൂടുതലായി പുഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയാലാണ് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിയപ്പോൾ 35% to 60% ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉള്ള വീഡിയോസിനാണ് എനിക്ക് കൂടുതൽ സജഷൻസ് കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും സ്പീഡ് കൂട്ടിയെല്ലാമാണ് കാണുന്നത് എങ്കിൽ, അതായത് 2x സ്പീഡിലെല്ലാമാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ 10 മിനിറ്റുള്ള ഒരു വീഡിയോ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫിനിഷ് ആവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് അൽഗോരിതത്തിൽ നമ്മുടെ വീഡിയോ എത്തുന്നതിന് തീർച്ചയായും ഒരു വലിയ പങ്കാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉള്ളത്. നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്